യെസ്, നമ്മൾ ആ വാർത്തയിലേക്ക് തന്നെ പോവുകയാണ്. പി വി അൻവർ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. തത്സമയമാണ് പ്രേക്ഷകർ കാണുന്നത്. പി വി അൻവർ ഇപ്പോൾ പത്രിക സമർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് പി വി അൻവർ മത്സരിക്കുന്നത്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അദ്ദേഹം പുതിയ രാഷ്ട്രീയ മുന്നണി രൂപീകരിച്ചു എന്നുള്ളത്. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേര് നൽകിക്കൊണ്ടാണ് പുതിയ മുന്നണി രൂപീകരിച്ചത്. അതിന് തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയുണ്ട്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ TMC പ്രവർത്തകർക്കൊപ്പം എത്തി റോഡ് ഷോയൊക്കെ കഴിഞ്ഞ് പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവർ സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ ഒരു പുതിയ മുന്നണി പ്രഖ്യാപനം കൂടി നടത്തിയിരുന്നു. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. ആ മുന്നണിയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ പി വി അൻവർ TMCക്കായി മത്സരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. പി വി അൻവർ കൂടി മത്സര രംഗത്തേക്ക് എത്തുന്നതോടുകൂടി നിലമ്പൂരിൽ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നുള്ളതാണ്. MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, വിശദാംശങ്ങൾ. പി വി അൻവർ അല്പസമയം മുമ്പാണ് പത്രിക നൽകിയത്. അദ്ദേഹത്തിന്റെ ശക്തി പ്രകടമാക്കുന്ന റോഡ് ഷോയോട് കൂടിയാണ് പത്രികാ സമർപ്പണത്തിനായി അദ്ദേഹം എത്തിയത്. സുഗു, സജി സലാഹുദ്ദീൻ അടക്കമുള്ള തൃണമൂൽ നേതാക്കൾ, അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴുമുള്ള നേതാക്കളോടൊപ്പമാണ് അദ്ദേഹം പത്രികാ സമർപ്പണത്തിന് എത്തിയത്. പത്രിക സമർപ്പിച്ച ശേഷം പി വി അൻവർ ഉപവരണാധികാരിയുടെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പത്രിക സമർപ്പിച്ച ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം നൽകും. എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് മണ്ഡലത്തെ നീക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. BJP എത്ര ശക്തി പ്രകടമാണ് പി വി അൻവർ തന്റെ ശക്തി പ്രകടമാക്കാൻ മത്സര മുഖത്തേക്ക് ഒരു ജയിച്ചും തോറ്റുമൊക്കെ പലതവണ അൻവർ പത്രികാ സമർപ്പണം നടത്തിയിരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറിയിരിക്കുന്നു. മാധ്യമങ്ങളെ കാണാനായി ഒന്നും മിണ്ടാൻ എന്തെങ്കിലുമൊക്കെ പറയാം. പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണോ മത്സരം? അല്ല, ഞങ്ങൾ പാർട്ടി ചിഹ്നത്തിൽ